ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെന്ന് പറയുന്നത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ സീമോളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കുന്നത് കമ്മലാണ് കേട്ടോ. കമ്മൽ നോക്കിയിട്ട് കുറേ നേരം അവിടെ സമയം പോയി. ഇത്രയും അധികം കളക്ഷനുണ്ട്. പിന്നെ ഏതെടുക്കണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല പോയുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നോക്കി നോക്കി വട്ടായിട്ട് അവസാനം നെറ്റിലൊക്കെ അടിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ, ഏത് സാരിക്ക് ഏത് കമ്മലാവും ഭംഗിയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അങ്ങനെ വലിയ ഐഡിയ എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് കളേഴ്സ് അങ്ങനെ ചേരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അടിച്ചു നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൽ കണ്ടതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അവസാനം 1-2 കമ്മലൊക്കെ എടുത്ത് പോന്നു കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ കമ്മൽ നോക്കണത്, അശ്വതിക്ക് നോക്കുന്നുണ്ട്. അശ്വതി എൻ്റെ അനിയത്തി തന്നെയാണ്. അപ്പോൾ അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അപ്പോൾ അവൾക്കുള്ളത് നോക്കിയിട്ട് ഫോട്ടോ അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണോ വേണ്ടതെന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സെയിമോൾ ഇതാ അവർ നമുക്ക് അവിടെ ഒരു ബാസ്ക്കറ്റ് തരും എടുക്കുന്ന സാധനമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കയറി നിന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷേ അവൾക്ക് കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരെണ്ണം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അത് ആ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ കുട്ടി ടയേർഡായി. അപ്പോൾ കുട്ടി കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സീമോളുടെ കരച്ചിലും വാശിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് 2-3 വളയൊക്കെ എടുത്ത് കൊടുത്ത് അതിൻ്റെ ശേഷമാണ് കേട്ടോ സീമോളൊന്ന് സെറ്റായിട്ടുള്ളത്. പിന്നെ കുട്ടിക്ക് ചൂടല്ലേ, അപ്പം നടന്ന് കിടന്നിട്ട് കുട്ടിക്കും ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തണുപ്പ് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ ക്ലിപ്പ് നോക്കിയായിരുന്നു കേട്ടോ. ക്ലിപ്പ് നോക്കുമ്പോൾ സീമോളുടെ കൊട്ടയിൽ നിറച്ച് ക്ലിപ്പാണ് കേട്ടോ വാരിയിട്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ കൊട്ടയിൽ അവൾക്ക് വളയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വളയൊക്കെ അവളതാ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവളിപ്പോൾ ക്ലിപ്പാണ് കേട്ടോ മുഴുവൻ വാരിയിട്ടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അതാ കൂട്ടാക്കാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ ചേച്ചീനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ വേഗം ക്ലിപ്പൊക്കെ അതിലേക്ക് തന്നെ തിരിച്ച് കൊട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ കുട്ടിക്ക് 2 വളയാണ് അളവൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അതിൽ 3 വള ഉണ്ടായിരുന്നു. പിന്നെ ഇത് എങ്ങനെ വന്നതെന്ന് ഞാൻ അമ്മൂനോടും ചോദിച്ചു, അമ്മ എന്നോടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ വന്ന ചേച്ചി, ഇത് ഞാൻ കണ്ടില്ലല്ലോ. അതേപോലെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കുട്ടി അവിടെ നിന്ന് തന്നെ 2 വളയുടെ കൂട്ടത്തിൽ, ഞാൻ എടുത്ത് വെച്ച വളയുടെ കൂട്ടത്തിൽ അവൾ ഒരു വളയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുന്നത്. 2 പേരും കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ 2 പേരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവളുടെ ബാസ്ക്കറ്റിൽ നിന്ന് ക്ലിപ്പൊക്കെ കൊട്ടിയിട്ടതിൻ്റെ ശേഷം പിന്നെ ആ വളയെടുത്തേക്ക് അവൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് വളയൊക്കെ അതിലേക്ക് എടുത്തിടുന്നത്. ഇതിൽ കിടക്കുന്ന പച്ച വള ഉണ്ടല്ലോ, അതാണ് കേട്ടോ അവൾ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവൾക്ക് പാകമല്ല, ലൂസാണ് ആ വള. ഞാൻ അളവ് നോക്കിയിട്ട് മാറ്റി 2 വളയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അത് മാറ്റി കൊണ്ടു കൊടുക്കാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ എന്താ ഒരു ഹിപ്പ് ചെയിൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കി.